ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഞാൻ കാർ ഡ്രൈവിങ്ങിൽ ഒരു ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ഗവേഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു വണ്ടി കയറ്റത്തെടുക്കാനായിട്ട് രണ്ട് മെത്തേഡുകൾ സാധാരണ നമ്മൾ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് നോർമലായിട്ട് ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുന്ന ഒരു മെത്തേഡ്, രണ്ട് ഹാൻഡ് ബ്രേക്ക് ഇട്ട് എടുക്കുന്ന ഒരു മെത്തേഡ്. എന്നാൽ ഇതിൽ നിന്ന് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലൻ മെത്തേഡാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സ്റ്റുഡൻറ്റിന് ഒരു ക്ലാസ് എടുത്ത് കൊടുത്ത ടൈമിൽ ആൾക്ക് പറഞ്ഞു കൊടുത്തതാണ്. പക്ഷേങ്കിൽ അറിയാതെ എൻ്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നു. ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു. ആൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കയറ്റത്ത് വണ്ടി കുറച്ചു പോലും പുറകിലേക്ക് പോകാതെ എളുപ്പത്തിൽ എടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഈ ഒരു ഐഡിയ നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നുള്ള ഒരു ചിന്ത വന്നു. അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കയറ്റത്ത് വണ്ടി കുറച്ചു പോലും പുറകോട്ട് പോകാതെ ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഈസി ആയിട്ട് തന്നെ ഒരു വണ്ടി കയറ്റത്ത് എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കാണ് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മിസ് ചെയ്യാതെ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഈ പുതിയൊരു ട്രിക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്തെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം നമ്മളോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഞാൻ ആദ്യമായിട്ട് ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യാമെന്നുള്ളത് ഞാനിവിടെ ഒന്ന് വരച്ച് നിങ്ങളെ കാണിച്ചു തരാം. സാധാരണ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഡ്രൈവർമാർ കയറ്റത്തെടുക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കാറുണ്ട്. പക്ഷേങ്കിൽ ഈ ഒരു ട്രിക്കാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടല്ല അവർ ആ കാര്യം ചെയ്യുന്നത്. അവർ വണ്ടി ഓടിക്കുന്ന സമയത്ത്, കയറ്റത്തെടുക്കുന്ന സമയത്ത് അറിയാതെ ചെയ്യുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഞാൻ ഫുൾ ക്ലച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഹാഫ് ക്ലച്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ക്ലച്ച് റിലീസിങ് എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫുൾ ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ എൻ്റെ ഫുട് പെഡൽ ശ്രദ്ധിക്കുക, അതായത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നതിനെ ഫുൾ ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് നമ്മൾ ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ അയച്ച് വണ്ടി മുന്നോട്ട് നീങ്ങാൻ പോകുന്ന ആദ്യത്തെ പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ പതുക്കെ കാലയച്ച് വണ്ടി റൺ ചെയ്യുന്ന ആദ്യത്തെ പൊസിഷൻ. ഈ ക്ലച്ച് റിലീസിങ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നതിന് ശേഷം പിന്നെ ഈ ബ്രേക്ക് പെഡലിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന്, അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോഴാണ് ഒരു വണ്ടി മൂവ് ആകുന്നത്. അങ്ങനെ നമ്മൾ പൂർണ്ണമായിട്ട് ക്ലച്ച് റിലീസ് ചെയ്യുന്നതിനെയാണ് ക്ലച്ച് റിലീസിങ് പോയിന്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ആ ഒരു ട്രിക്ക് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു വണ്ടി കയറ്റത്തെടുക്കുന്ന സമയത്ത് ആദ്യം ചെയ്യേണ്ടത്, നമ്മളുടെ കാല് കൃത്യമായിട്ട് ബ്രേക്ക് പെഡലേ വെക്കുക. ഒരു കാരണവശാലും ബ്രേക്കിൽ നിന്ന് ഒരു പോയിന്റ് പോലും നമ്മൾ കാല് മാറ്റരുത്, ഓർത്തിരിക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഫുൾ ക്ലച്ച് ചവിട്ടുന്നു. ശേഷം നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു. ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തെടുക്കുന്ന ഒരു മെത്തേഡാണ് പറയുന്നത്. ഹാൻഡ് ബ്രേക്ക് ഇട്ട മെത്തേഡ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ തൊട്ടുമേലിൽ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾ കയറി കാണുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഉള്ള ട്രിക്ക് എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് ബ്രേക്ക് കാല് വെച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഫുൾ ക്ലച്ചിൻ്റെ പെഡലിൽ നിന്നത് ഇങ്ങനെ കാലയച്ച് വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിന്റിലേക്ക് എത്തുന്നു. ഓക്കെ, ഇനി കറക്റ്റ് പോയിന്റിൽ എത്തിയാൽ ഉടൻ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറയുന്നത് ആക്സിലറേറ്റർ പെഡലിലാണ്. ആക്സിലറേറ്റർ പെഡൽ കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് ആക്സിലറേഷൻ കൊടുക്കാതെ എടുത്തെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുക. എടുത്തെടുത്തെന്ന് പറയുമ്പോൾ ഒരുപാട് ഡിലേ വരരുത്. ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത്, ഇപ്പോൾ ഉദാഹരണം പറയാം, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, ആക്സിലറേഷൻ ഇങ്ങനെ പടപടാന്ന് കൊടുക്കണം. അടുപ്പിച്ച് ഒരു 3-4 തവണ ഇങ്ങനെ കൊടുക്കുകയും എടുക്കുകയും ചെയ്യുന്ന സമയത്ത് നമ്മുടെ വണ്ടി കൃത്യമായിട്ടും ഹാഫ് ക്ലച്ചിൽ കയറ്റത്ത് നിൽക്കും, പുറകോട്ട് പോകത്തില്ല. പിന്നെ വണ്ടി നമ്മൾ മുന്നോട്ട് മൂവ് ആക്കുന്ന സമയം നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ആക്സിലറേഷൻ എടുത്തെടുത്ത് കൊടുക്കുന്ന ടൈമിൽ ആക്സിലറേഷൻ എപ്പോഴാണോ എടുത്ത് മുന്നോട്ട് കൊടുക്കുന്നത്, ഒരു 3-4 തവണ നമ്മൾ ആക്സിലറേഷൻ എടുത്തെടുത്ത് കൊടുക്കുന്നു. അങ്ങനെ എടുത്ത് കൊടുക്കുന്ന അടുത്ത 3-ാമത്തെയോ അല്ലെങ്കിൽ 4-ാമത്തെയോ ഒരു ടൈമിൽ ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന്, അതായത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ചാൽ വണ്ടി ഈസി ആയിട്ട് നമുക്ക് കയറ്റത്തെടുക്കാൻ കഴിയും. ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ഹാഫ് ക്ലച്ചിൽ കയറ്റത്തെടുക്കുന്ന ഒരു മെത്തേഡാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്ത്. ഇനി ഞാനത് വണ്ടി ഓടിച്ച് നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് ആ ഒരു മെത്തേഡ് ഈ ഒരു കയറ്റത്ത് ഞാൻ എടുത്ത് കാണിക്കുകയാണ്, നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ആദ്യം ആ ഒരു മെത്തേഡ് നിങ്ങളെ കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എന്തുകൊണ്ടാണ് നമ്മൾ ഹാഫ് ക്ലച്ചിൽ എടുക്കുന്ന സമയത്ത് ആക്സിലറേഷൻ മുന്നോട്ട് എടുത്ത് കൊടുക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം. അതായത്
നമുക്ക് എൻജിനിൽ നിന്ന് വരുന്ന ആ ഒരു പവർ ഫ്ലോ ആണ് നമ്മുടെ വണ്ടിയുടെ ഗിയറിലേക്ക് എത്തിയിട്ട് വീലുകളിലേക്ക് വരുന്നത്. അപ്പോൾ കൃത്യമായിട്ടും കയറ്റത്തെടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള ഒരു പവർ നമുക്ക് കൃത്യമായിട്ടും വീലുകളിലേക്ക് എത്തിക്കണം. അപ്പോൾ അതിനനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലറേഷൻ നമ്മൾ കയറ്റത്ത് കൊടുത്തെങ്കിലേ സാധിക്കത്തുള്ളൂ. എന്നാൽ ഒരു ഹാഫ് ക്ലച്ചിൽ വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ടും ഇത്തരത്തിൽ ബ്രേക്കേ കാല് വെക്കുന്നു. ഹാഫ് ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള പോയിന്റിൽ വന്നിട്ട് പെട്ടെന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈമിൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് ഒറ്റ ആക്സിലറേഷൻ കൊടുക്കുന്ന ടൈമിൽ വണ്ടി ചിലപ്പോൾ ഓഫായി പോകുന്ന സാഹചര്യങ്ങൾ വരാറുണ്ട്. എന്നാൽ അത് ഓഫ് ആകാതിരിക്കാനായിട്ട് എടുത്തെടുത്ത് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ആക്സിലറേഷൻ വന്നിട്ട് വരികയും പോവുകയുമാണ് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഈ ഒരു പവർ ഫ്ലോ കൃത്യമായിട്ടും ഗിയർ വഴി നമ്മുടെ വീലുകളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് എത്താനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ വണ്ടി ഓഫ് ആകത്തില്ല. അതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ്. അപ്പോൾ അതിനെന്ത് ചെയ്യണം, കറക്റ്റ് നമ്മൾ കയറ്റത്ത് ഇതെങ്ങനെ വണ്ടി കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് നിർത്തണം. അതായത് പുറകോട്ട് കുറച്ച് പോലും പോകാത്ത കറക്റ്റ് വണ്ടി മൂവ് ആകുന്ന പോയിന്റിൽ കൃത്യമായിട്ട് നിൽക്കുക. ഇപ്പോൾ ഞാൻ കറക്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുക്കുക. 2-3 തവണ നമ്മൾ ആക്സിലറേഷൻ ഇതേ മുന്നോട്ട് കൊടുത്തു പിടിക്കുക. നിങ്ങൾ നോക്കിയേ, ആക്സിലറേഷൻ ഞാനിപ്പോൾ 2-3 തവണ മുന്നോട്ട് ഇതേ കൊടുത്തു പിടിക്കുന്നു. അതിനുശേഷം അടുത്ത ഒരു ആക്സിലറേഷന് നമ്മൾ മുന്നോട്ട് ഇതേ ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ ക്ലച്ചിൽ നിന്നും കൂടെ റിലീസ് ചെയ്യുമ്പോൾ ഇതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു വണ്ടി കയറ്റത്തെടുക്കാനായിട്ട് കഴിയുന്നതാണ്. നിങ്ങളിപ്പോൾ അത് കണ്ടല്ലോ, കൃത്യമായിട്ട് ഞാൻ കയറ്റത്തെടുക്കുന്നത്. ഇനി ഒന്നും കൂടെ നിങ്ങൾക്കത് കുറച്ചും കൂടെ വ്യക്തതയോടെ മനസ്സിലാകാനായിട്ട് ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇങ്ങനെ നിർത്തുന്നു. ഓക്കെ, സാധാരണ വലിയ വണ്ടികളൊക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കയറ്റത്തെടുക്കുന്ന സമയത്ത് ഒരു ആക്സിലറേഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ കൊടുത്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊടുത്തെടുക്കുന്ന സമയത്ത് നമുക്ക് അതിന് റെവ് മാച്ചിങ് എന്നൊക്കെ പറയാറുണ്ട്. എടുക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു വണ്ടി കയറ്റത്ത് ഓഫ് ആകാതെ എടുക്കാനായിട്ട് സാധിക്കും. അതേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ക്ലച്ചിലും ബ്രേക്കിലും നിൽക്കുന്നു, കറക്റ്റ് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു. ഒരു കാരണവശാലും നിങ്ങൾ ബ്രേക്ക് പെഡലിൽ നിന്ന് കാല് മാറ്റാൻ പാടില്ല, പ്രോപ്പറായിട്ട് നിൽക്കുക. അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുകയും പതുക്കെ അയക്കുകയും ചെയ്യുക. പതുക്കെയല്ല, വളരെ സ്പീഡിൽ തന്നെ ചെയ്യുക. ഇതേ കണ്ടോ, ഇതിന് നമ്മൾ റെവ് മാച്ചിങ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2000 RPM നമ്മുടെ വണ്ടി ആക്സിലറേഷൻ കൊടുത്താണ് നിൽക്കുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോൾ വണ്ടി നീങ്ങും. നിങ്ങൾ നോക്കിയേ, ആ അയക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കുന്ന പോയിന്റിൽ ഇതെങ്ങനെ ഹാഫ് ക്ലച്ചിൽ നിന്ന് അയക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്കൊരു വണ്ടി കയറ്റത്തെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. സാധാരണ ഈ ഒരു മെത്തേഡ് നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല കുത്തനെയുള്ള കയറ്റങ്ങളിലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കുത്തനെയുള്ള കയറ്റങ്ങളിൽ ജീപ്പൊക്കെ പണ്ട് എടുക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ വലിയ വണ്ടികളൊക്കെ എടുക്കുന്ന ടൈമിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, കയറ്റത്തൊന്ന് ആക്സിലറേഷൻ കൊടുത്ത് എടുക്കാറുണ്ട്. അതങ്ങനെ എടുക്കുന്നതിൻ്റെ പിന്നിലെ കാര്യം നമ്മൾ റെവ് മാച്ച് ചെയ്യാമെന്ന് ഇതിന് പറയും. അപ്പോൾ റെവ് മാച്ചിങ്ങിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. അപ്പം ഇതിനെ റെവ് മാച്ച് ചെയ്യാന്നൊക്കെയാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷെങ്കിൽ നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കുത്തനെയുള്ള കയറ്റത്താണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു മെത്തേഡാണെങ്കിൽ നമുക്ക് വണ്ടിയുടെ RPM നമുക്ക് കുറച്ച് മേളിലേക്ക് കയറുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി ഹാഫ് ക്ലച്ച് നിൽക്കുന്ന ടൈമിൽ വണ്ടി ഓഫ് ആകാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ്. അതോടൊപ്പം തന്നെ വണ്ടി ബാക്ക് സൈഡിലേക്കുള്ള റോളിംഗ് ഒഴിവാക്കാനും നമുക്ക് ഈ ഒരു കാര്യം ഗുണം ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് തീർത്തും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഈ ഒരു കാര്യം കൈകാര്യം ചെയ്യുക. അല്ലാത്ത സാഹചര്യങ്ങളിൽ നോർമലായിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൽ എങ്ങനെ വണ്ടി എടുക്കുന്നോ ആ ഒരു മെത്തേഡിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പുതിയൊരു അറിവ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാർ ഡ്രൈവിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തുടക്കക്കാരൻ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.